യുദ്ധത്തിൽ നുണക്കഥകൾ ഉണ്ടാക്കാൻ മൊസദിനെ പോലെ മറ്റാരുമില്ലെന്ന് മാത്രമല്ല, ഫോൾസ് ഫ്ലാഗിംഗ് എന്ന് പറയുന്നത് പോലെ യുദ്ധസമയത്ത് വ്യാജമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളല്ലാതെ സ്വന്തം ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് പോലും മൊസദിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തി അത് ശത്രുവിനെതിരെ തിരിച്ചുവിടുന്നതിനെയാണ് ഫോൾസ് ഫ്ലാഗിംഗ് എന്ന് പറയുന്നത്. ഈ ഫോൾസ് ഫ്ലാഗിംഗ് വളരെ കൂടുതൽ ഇസ്രയേൽ ഈ യുദ്ധത്തിൽ പ്രയോഗിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം UK തന്നെയാണ് സർട്ടിഫൈ ചെയ്തത്. അതായത് സൈപ്രസിലേക്ക് നടത്തിയ ആക്രമണം നടത്തിയത്, ആ മിസൈൽ തൊടുത്തുവിട്ടത്, ആ ഡ്രോൺ അയച്ചത് ഒരിക്കലും ഇറാനിൽ നിന്നല്ല എന്ന് തീർത്തു പറഞ്ഞു UK. അസർബൈജാനിലേക്കും, കാരണം അസർബൈജാനും ഇറാനും തമ്മിൽ നിലവിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒന്നുകൂടി രൂക്ഷമാക്കി അവരെ കൂടി ഈ യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അസർബൈജാനിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി, മിസൈൽ ആക്രമണം നടത്തി എന്ന തരത്തിൽ മൊസദ് തന്നെയാണ് നടത്തിയത് എന്ന് ബോധ്യപ്പെടും വിധം അവിടെയും യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ മീഡിയ അതുപോലെ ഒരു പച്ചക്കള്ളം പിടിച്ച് പൊളിച്ചിരുന്നു. അത് വേറൊന്നുമല്ല, ഈ യുദ്ധത്തിന് വേണ്ടി പോകുന്ന വിമാനങ്ങളെ ആക്രമിച്ച് വീഴ്ത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇടയ്ക്കിടെ ഇസ്രയേൽ പുറത്തുവിടും. ഇസ്രയേൽ പുറത്തുവിടുന്നത് ലോകരാജ്യങ്ങളുടെയും മീഡിയകളുടെയും മുന്നിൽ തങ്ങളിപ്പോഴും വിജയിച്ച് നിൽക്കുകയാണെന്ന് വരുത്താനും അതോടൊപ്പം സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനും വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ആധുനിക ലോകത്ത് ഇത്തരം വാദങ്ങളെല്ലാം പൊളിക്കുന്ന ചിത്രങ്ങളുമായി ചില അന്തർദേശീയ മാധ്യമങ്ങൾ രംഗത്ത് വരികയുണ്ടായി. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ പിടിക്കപ്പെട്ട ഒരു ദൃശ്യമാണ് ഇനി നിങ്ങൾ കാണുന്നത്. കാരണം ഇത് ഇറാൻ്റെ യുദ്ധവിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമാനം തകർക്കുന്ന ദൃശ്യമാണ് അവർ പുറത്തുവിട്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ യുദ്ധവിമാനമല്ലെന്ന് മാത്രമല്ല, മറ്റൊരു സന്ദർഭത്തിൽ എവിടെയോ ഡെമോ ആയോ അല്ലാതെയോ മറ്റോ നടത്തിയ ഒരു ദൃശ്യം അത് ഈ യുദ്ധത്തിൻ്റെ ഭാഗമാക്കി IDFും മൊസദും പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് മാധ്യമങ്ങൾ തന്നെ സർട്ടിഫൈ ചെയ്യുന്നു. അത് കാണാം. Since the United States and Israel launched strikes on Iranian targets on February 28th, both governments have released footage they say shows successful hits on Iranian military assets. But some of those clips are now raising questions online. One video appears to show Israeli forces striking what looks like an Iranian Mi-17 helicopter. Ammunition lands on it and smoke fills the frame. Yet the aircraft itself appears strangely untouched. There is no visible debris. Even the helicopter's rotor blades do not appear to move. Similar questions have been raised about footage of strikes on Iranian F-14 fighter jets at Tehran's Mehrabad airport. Satellite images from recent years have shown several of those aircraft parked in the same positions for long periods. That has led some observers to ask whether the aircraft seen in the strike footage were real. Military analysts say Iran regularly uses anamorphic paintings, decoys, and mock-ups of equipment to confuse adversaries. In this case, to trick US and Israeli forces into wasting their costly missiles. However, some social media users say smoke from the strike appears to pass beneath the helicopter's rotor blades. Others note that normal paint can't produce a heat signature. അതായത് ഇറാനിൻ്റെ ഫ്ലൈറ്റാണ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ദൃശ്യമാണ്. ഇറാൻ്റെ ഫ്ലൈറ്റിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും മാനിപ്പുലേറ്റഡ് ആണ്. അതിൻ്റെ ഡെബ്രീസ് ഇല്ല, ബാക്കിയൊന്നും കാണാനില്ല. അതെല്ലാം സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സൃഷ്ടിച്ചതാണെന്നാണ് ഈ മീഡിയ ന്യൂസിൽ പറയുന്നത്. ഇതുപോലെ ധാരാളം ഫേക്ക് ന്യൂസുകളും ഫേക്ക് അറ്റാക്കുകളും മൊസദ് പുറത്തുവിടുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അവർ വിജയം ആഘോഷിക്കുന്നതും എല്ലാം. പക്ഷേ തിരിച്ചടി നന്നായി കിട്ടുന്നത് ഒന്നും പുറത്തേക്ക് പറയുന്നില്ലെന്ന് മാത്രം.